ഡിവൈഎഫ്ഐയിൽ ഇത് സമ്മേളനത്തിൻ്റെ കാലയളവാണ്. പല സമ്മേളനങ്ങളും, ജില്ലാ സമ്മേളനങ്ങളും, ഏരിയ സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതിച്ചോറ് മാത്രം കൊടുക്കുന്ന സംഘടനയായി ഡിവൈഎഫ്ഐ മാറിയെന്ന് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ടാകുന്നു. പൊതിച്ചോറ് ശേഖരിക്കുന്നത് പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ളവർ അതിൻ്റെ മഹത്വം പറഞ്ഞ് നടക്കുകയാണ് നേതാക്കളെന്നും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, അങ്ങനെ അഖിലേന്ത്യാ സെക്രട്ടറിയും അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെയൊക്കെ സാന്നിധ്യത്തിലാണോ ഈ വിമർശനങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നത്? ഭരണം പോയ ശേഷം ഉള്ളൊരു സമ്മേളന കാലയളവാണ്. അപ്പോൾ വിമർശനത്തിൻ്റെ മൂർച്ച കൂടുന്നുണ്ടോ? പ്രജീഷ്, അഖിലേന്ത്യാ പ്രസിഡന്റ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റിനെതിരെയും രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയത്. അഖിലേന്ത്യാ പ്രസിഡന്റ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി മാറി. സംഘടനാ പ്രവർത്തനം മാധ്യമ ക്യാമറകൾക്ക് മുൻപിൽ മാത്രമായി പരിമിതപ്പെട്ടു എന്നതടക്കമുള്ള വിമർശനങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റിന് നേരെ തന്നെ ഉയർന്നിരുന്നു. എന്നാലും സംഘടനാപരമായി ഡിവൈഎഫ്ഐ വലിയ പരാജയമാണ് നേരിടുന്നത്. സംഘടനാ രംഗത്ത് കാര്യങ്ങളൊന്നും തന്നെ പോരാ എന്ന വിമർശനമാണ്, രൂക്ഷ വിമർശനം തന്നെയാണ് സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് പൊതിച്ചോറ് നൽകുക എന്നുള്ള ഡിവൈഎഫ്ഐ ചെയ്തു വരുന്ന മാതൃകാപരമായ മഹത്തായ പ്രവൃത്തിയാണ്. പക്ഷേ ഇത് മാത്രമായി ഡിവൈഎഫ്ഐ നടത്തുന്ന സംഘടനാ പ്രവർത്തനം മാറി എന്ന വിമർശനമാണ് ഉയർന്നത്. മുൻകാലങ്ങളിൽ കൂട്ടമായി രക്തം നൽകുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലും സഖാക്കൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. പക്ഷേ അതിലൊക്കെ മാറ്റം വന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ഏതായാലും കോഴിക്കോട് സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. പൊതിച്ചോറ് വിതരണത്തിൻ്റെ മഹത്വം പറഞ്ഞ് നടക്കുക മാത്രമാണ് നേതാക്കൾ ചെയ്യുന്നത് എന്ന വിമർശനം ആണ് രൂക്ഷമായി തന്നെ പ്രതിനിധികൾ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതായത് സംഘടനാപരമായി കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. 10 വർഷമായി ഭരണത്തിൻ്റെ തണലിൽ നിന്ന പ്രസ്ഥാനമാണ്. പിന്നീട് ഏതായാലും സംഘടനാപരമായി വലിയ വീഴ്ച ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടിയാണ് പൊതുവെ സമ്മേളനത്തിലാകെ ഉയർന്നു വന്ന വിമർശനം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് മാറ്റം വരണം എന്നുകൂടി സമ്മേളന പ്രതിനിധികൾ ഈ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായ വീഴ്ചകൾ, ഒപ്പം തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി മാത്രമായി മാറി എന്നുള്ള വിമർശനം കൂടിയാണ് ഉയർന്നു വന്നത്. വിപ്ലവ യുവജന പ്രസ്ഥാനത്തെ നിർജീവമാക്കി മാറ്റി നേതൃത്വം എന്ന രൂക്ഷ വിമർശനമാണ് ഏതായാലും മുക്കത്ത് നടക്കുന്ന സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. പുതിയ ജില്ലാ ഭാരവാഹികളെ ഉടനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. പ്രതീക്ഷ. ശരി, രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ വിമർശനം, സ്വയം വിമർശനം, ഇതൊക്കെയാണ് ഡിവൈഎഫ്ഐയുടെ സംഘടനാ രീതി. പക്ഷേ ഈ വിമർശനങ്ങളും സ്വയം വിമർശനമൊക്കെ ഒടുവിൽ ഈ മിനിസിൽ മാത്രം രേഖപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് പോകുമോ എന്നുള്ളതാണ്.